ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെടാ. കാര്യം കഴിയുമ്പോൾ തന്ത കരിയപ്പോലെ. ഞാൻ വളയം പിടിച്ച് കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ച് പോലീസാക്കി ഇത്രയൊക്കെ ആയി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം നീ സാധിച്ചു തരട്ടെ. വേണ്ട മോനെ, അച്ഛൻ പറഞ്ഞല്ലേ അയാളുടെ കയ്യോ കാലോ എന്താ ഒടിച്ചു കൊടുക്ക്. അന്ന് അയാളെ പിടിച്ചിട്ട് നാലെണ്ണം കൊടുക്കാച്ച. വേണ്ട വേണ്ട വേണ്ട. അച്ഛൻ്റെ ആഗ്രഹമല്ലേ കൊടുക്ക. അല്ല, 4 കൊടുക്കണ്ട, 2 കൊടുത്താൽ മതി. പിന്നെ അവിടെ നടുവിനിട്ടൊരു ചവിട്ടുകൂടെ കൊടുക്കണം. അന്ന് മണലോറിയിൽ എന്നെ പിടിച്ചിട്ടുണ്ടല്ലോ, ഒരു ചവിട്ടുകൂടെ ചവിട്ടിയത് ഇപ്പോഴും എനിക്ക് കക്കൂസിൽ നേരെ ഇരിക്കാൻ പറ്റില്ല. ഞാനൊന്ന് കയറിയൊക്കെ അയാളെ നടു ഞാൻ ഓടിക്കും. വണ്ടി ഓടിക്കുന്നു. നിങ്ങൾ എവിടെ കൂടെ പറഞ്ഞത്? വരുന്നുണ്ടല്ലോ അയൽവാസി, ദരിദ്രവാസി. ബാബാ, നിങ്ങളുടെ കൂട്ടുകാരൻ എന്താ കാര്യമായിട്ട് എല്ലാരും ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾ കണ്ട് ഇവന്റെ ഭാവി കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം പോട്ട് നമുക്ക് ലൂഡോ കളിച്ചാലോ? പ്യാരി കളിക്കാനൊന്നുമില്ല. അവനിനി പഴയ പോലെ കളിച്ചു നടക്കാൻ പറ്റില്ല. അവന് ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി കയറിയിടോ. ജോലി പോലീസില് എടുത്തവനെ. ഇത് കൊറേ കാലായാലും നിങ്ങൾ പറയുന്നത്. ഓർഡർ കിട്ടിയ രാഘവേട്ട എല്ലാം കിട്ടിയ, ഇനി അവന് ശമ്പളം കൂടെ കിട്ടിയാ മതി. ടെസ്റ്റും പാസ്സായി, റാങ്ക് ലിസ്റ്റിലും വന്ന്, ഫിസിക്കലും കിട്ടി. എല്ലാം കിട്ടിയ. എന്നാലും എനിക്ക് ജോലി കിട്ടുമെന്ന് തോന്നുന്നില്ല. രാഘവേട്ട, വീട്ടുകാരൊന്നും ഊളത്തനം പറയല്ലേ. അതന്നെ അസൂയുണ്ടെന്ന് പറഞ്ഞാൽ എന്തും പറയാന്നാ. അസൂയൊന്നുമല്ല, ഞാനൊരു പൊതു നിയമം പറഞ്ഞാന്ന്. ഈ ബിഗ് വെച്ചവര്, ഈ കോങ്കണ്ണില്ലവര്, ഈ ഉന്തിയ പല്ലില്ലവര്, ഇവരെയൊന്നും പോലീസിലോ എക്സൈസിലോ ഫോറസ്റ്റിലോ എടുക്കൂല. അയ്യോ, എന്ന് ആര് പറഞ്ഞു? അതിനല്ല, ഈ പല്ല് വെച്ചാണ് കള്ളന്മാരെ പിടിക്കണത്. പല്ല് വെച്ചാ ഇടിക്കണേ? അല്ല, ഞാൻ പറഞ്ഞുതരാം. അട്ടപ്പാടിയുടെ ഒരു പയ്യൻ ഫോറസ്റ്റിൽ സെലക്ഷന് വേണ്ടി പോയി. ഓന് സെലക്ഷൻ കിട്ടിയില്ല, ഉന്തിയ പല്ലിലുണ്ട്. അത് എവിടെയോ അട്ടപ്പാടിയിൽ ഏതോ ഒരു പയ്യൻ ഫോറസ്റ്റില്. എന്റെ മോൻ പോലീസിലാ. പോലീസായാലും ഇത് ആ നിയമം 3 വകുപ്പിന് ബാധകാന്ന്. ഭ്രാന്തല്ല, അനുഭവമാണ്. ഇവിടെ അസൂയ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും പാടില്ല. വേറൊക്കെ ഒരു അസൂയമില്ല. എനിക്കെന്തൊരു അസൂയ? നമുക്ക് ലൂഡോ കളിക്കാലോ. ഒന്നും കളിക്കല്ലേ, ഏത് പോയേ ലൂഡോ കളിക്കാൻ പോയി. നിങ്ങളെ പോയ പോലീസ് കിട്ടിയ എനക്കെന്തില്ലെന്ന്. അതെ, എന്റെ ചെക്കൻ പോലീസ് വേഷത്തിൽ അങ്ങോട്ട് വീട്ടിൽ വന്ന് കാണും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പോലീസിൽ ഒന്ന് കാണണം. മാത്രല്ല, ഇയാൾ അകത്ത് ഇടിച്ചിട്ട് 2 ഇടി ഇടിക്കുന്നു. നിന്റെ പോലീസിന്റെ ഇടി ഞാൻ ഒന്ന് കൊണ്ടുവരാം. മനുഷ്യന്മാരുണ്ടോ എന്റെ ദൈവമേ. ഓഹോ, അച്ഛാ അയാൾക്ക് ഭ്രാന്താണ്. നമുക്ക് വിവരമുള്ള ആരോടെങ്കിലും ചോദിക്കാം. അയാള് ഒന്നും കാണാതെ അങ്ങനെ പറയില്ല. ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാടാ? ഇല്ലെന്നേ, അങ്ങനെയാണ് ഫിസിക്കലിന്റെ നേരത്ത് പറയണ്ട്. ഇയാളെ മനുഷ്യനെ സ്വസ്ഥത കളയാനായിട്ടാണ് വന്നേക്കണത്. മറിമായം